പടക്കം തെറിച്ച് ആദ്യം ഇത് രാമൂട്ടനാണ് ഏതവനാന്ന് ഇവൻ ഏതാ ഇവനെ കണ്ടിട്ടില്ലല്ലോ പറയടാ നിന്റെ ഗെയിം എന്താണ് ഇങ്ങനെയൊന്നും അല്ലടാ നമുക്കിന്ന് പോണ്ടേ അയ്യോ എന്റെ ഒരു കൈ എവിടെ എനിക്ക് രണ്ട് വർത്താനം പറയാനുണ്ടത് മനസ്സിലായോ എന്താന്ന് വെച്ചാൽ നിങ്ങ പറഞ്ഞാ അതാ ആദ്യം പേടിച്ചോടുന്നു ഗൈസ് ആദ്യം പേടിച്ച് വരണ്ടോടുന്നു ആദ്യം ഇത് രാമൂട്ടനാണ് ഏതവനാന്ന് ഇവൻ ഏതാ ഇവനെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇല്ല കുളിച്ചിട്ടില്ല ഒരാള് പറ എന്തിനാണ് ഓരോരോ ചോദ്യം പറട്ടെ ഇത് ഡോക്ടറൊക്കെ അടുത്ത് എനിക്കത് സംശയം ഉണ്ടായി ഒരാളെ ഉത്തരം പറയുന്നതായിരിക്കും ആ മുടിന്റെ മുടി ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഈ മുടി ഇതാണല്ല ഇത് മുടി തന്നെയാണ് എന്റെ ആ ഒരു 4-5 മണിക്കൂർ നീ ഇത് കൈക്കൂലി കൊടുത്ത ആൾക്കാരെ ഇറക്കല്ലേ ഇല്ല എല്ലാരും ഇപ്പഴല്ലേ കാണുന്നേ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ എങ്ങനെ കിട്ടി നീ ഈ സമയത്ത് കേറി വന്നിട്ട് ഈ ലൈറ്റിനെ കുറ്റം പറയാണ്ട് ഇടറാ അപ്പൊ അതിലിതാ ലൈറ്റ് ഇടാൻ നോവാണ് ഗൈസ് അതാ ശീതിച്ചിട്ട തുടങ്ങാണ് ഗൈസ് അപ്പോൾ 2023 ഏതാനും മണിക്കൂറിൽ അവസാനിക്കുകയാണ്. നമ്മൾ 2024ലേക്ക് കാലം വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഫാമിലി ആയിട്ടുള്ള ഗെറ്റ് ടുഗദർ ആരംഭിക്കാൻ പോട്ടെ. ആരെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യും. അവിടെ ഒരാള് തൊള്ളോർന്ന് പറഞ്ഞിട്ടില്ലേ 2023 അവസാനിക്കാൻ കുറച്ച് നാളുകള് മണിക്കൂറുകളെ ഉള്ളൂന്ന്. ഞാൻ പറഞ്ഞേക്ക് 2 ടീമായിട്ട് നിങ്ങൾ 2 ടീമായിട്ട് നിൽക്ക് പറഞ്ഞേക്ക് റിക്വസ്റ്റ് ആണ് കളി. ഓ ഗെയിം കളിക്കാൻ ഇവിടെ എന്റെ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഗൈസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവള് ഈ ഡിങ്കണാക്കി ഈ ഫ്ലാഷ് കണ്ണിലടിച്ചിട്ട് മിക്കാറും ഇവളെ എടുത്ത് താഴോട്ട് ഇടുന്നതാണ് ഗൈസ്. എന്താണ് നിന്റെ ഗെയിം? എന്റെ ഡിങ്കണാക്കി എഫക്ട് ഞാൻ ഇപ്പൊ തന്നെ വർക്ക്ഔട്ട് ചെയ്യും. ലാസ്റ്റ് അമ്മൂന് താഴത്തെ ഫ്ലോറിൽ കാണാത്തതാണ്. വരിയെടുക്കാം കൊല്ലിയെടുക്കാം. പറയടാ നിന്റെ ഗെയിം എന്താണ്? ഗെയിം രണ്ടുപേര് ഫ്രഷ് ആയിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾ ആരും കാണാത്ത ഗെയിമാണ്. 2 ടീമായിട്ട് നിൽക്കും. ഞാനിങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ഇടും. ഞാൻ ഇടുന്ന സ്റ്റെപ്പ് തന്നെ ബാക്കിലുള്ളവര് ഇങ്ങനെ കളിക്കണം. ചിലപ്പോൾ ഞാൻ ചെസ്റ്റിനായിരിക്കും തുടങ്ങുന്നത്, എല്ലാവരും അതുപോലെ കളിക്കും. ചിലപ്പോൾ കാലിനൊക്കെ തുടങ്ങും. അപ്പൊ തെറ്റാണ്ട് കളിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഗെയിം എന്നുള്ളത്. അത് ആക്ച്വലി 2 ടീമായിട്ട് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നതാണ്. 2 ടീമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് 2 ടീമുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ടീമിൽ എന്റെ അച്ഛൻ, രണ്ടാമത്തെ ടീമിൽ ഞാൻ. എന്റെ അച്ഛന്റെ കൂടെ എന്റെ അച്ഛനുണ്ട്, വല്യച്ഛനുണ്ട്, കേട്ടോട്ടാ ഗെയിം പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ സുരേഷ് ചേട്ടന് സുരേഷ് ചേട്ടന് അമ്മ ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും. അത് സുരേഷ് ചേട്ടൻ കളിക്കണം, തെറ്റാണ്ട് കളിക്കണം. അപ്പൊ സുരേഷ് ചേട്ടൻ അത് ശ്യാമു ചേട്ടനെ കാണിച്ചു കൊടുക്കണം. അപ്പൊ പ്രശ്നമായിട്ട് തിരിഞ്ഞിരിക്കണേക്കും. എന്നിട്ട് ശ്യാമു ചേട്ടൻ ആ സ്റ്റെപ്പ് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കണം. അത് പ്രശ്നനാമ കളിക്കണം, അത് അച്ഛൻ കളിക്കണം. വരെ ആ സെയിം സ്റ്റെപ്പ് തന്നെ കളിക്കണം. മനസ്സിലായോ? ഒരു ടഫ് ഇവർക്ക് കുറച്ച് സിമ്പിൾ സ്റ്റെപ്പ് മതി.
ഞാനും പറഞ്ഞേ ഒന്നിങ്ങനെ പാട്ടൊക്കെ കൊല്ലം ഞാൻ ഓപ്പറേറ്റ് അടിക്കും. അത്ര മൂന്നെണ്ണം പറയാം ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പോൾ അതൊരു സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി എന്റെ അച്ഛൻ സുരേഷ് അണ്ണനെ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. പാട്ട് വെക്ക്. Song, please. പത്തിലൊരു 4 മാർക്ക്. ഓക്കെ, അവർക്ക് 10-ൽ 4 മാർക്ക്. ഇനി അടുത്ത ടീം തിരിഞ്ഞേക്ക് ഇതിപ്പോ കഥകളിയല്ല. അതെന്തൊക്കെയാണ് ഇതൊക്കെ മാറിപ്പോയാലോ അധികം മാറിപ്പോയാലോ. അമ്മളി ആദ്യത്തെ സ്റ്റെപ്പ് എവിടെ? എടാ നിക്കടാ, പാട്ടൊന്ന് എടാ പോടാ. ആദ്യത്തെ എടാ പാട്ടൊന്ന് നിർത്തിക്കടാ. എനിക്ക് 2 വർത്താനം പറയാനുണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് ഏതായിരുന്നു നമുക്ക് കാണാം. ആദ്യത്തെ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കൂ. ആ ഇതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. അവസാനത്തെ സ്റ്റെപ്പ് അവസാനത്തെ സ്റ്റെപ്പ് ആ വെസ്റ്റേൺ മാറി തിരുവാതിര ആയിരിക്കാണ് ഗൈസ്. തിരുവാതിര. സ്കോർ എത്ര? സ്കോർ 5. ഓക്കെ, അപ്പൊ 5 സ്കോർ മേടിച്ച് ഗേൾസ് ടീം വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. വിജയിച്ചിരിക്കുകയാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബിരിയാണി എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ കുറച്ച് നേരം ഡാൻസ് കളിക്കാൻ കേട്ടോ. ഇനി കുറച്ച് നേരം ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് അടുത്ത ഗെയിം കളി. ആദ്യത്തെ ഒരു വ്യക്തി ഒരു പാട്ട് പാടും. ഇപ്പൊ ഞാനൊരു അക്ഷരം വെച്ചിട്ടൊരു പാട്ട് പാടി, എന്നിട്ട് എന്റെ ഇഷ്ടം എനിക്ക് ആർക്കും ടാസ്ക് കൊടുക്കണമെന്ന് എന്റെ പേഴ്സണാലിറ്റി ഇഷ്ടം. എന്നിട്ട് ഞാൻ അവനൊരു അക്ഷരം കൊടുക്കും. ആ അക്ഷരം വെച്ചിട്ട് അയാള് പാട്ട് പാടണം. അങ്ങനെ അടുത്ത ആള് അടുത്ത അക്ഷരം കൊടുക്കും. അപ്പൊ നമ്മുടെ ഗെയിം എന്ന് വെച്ചാല് നമ്മൾ സ്വന്തമായിട്ടൊരു പാട്ട് പാടും. എന്നിട്ട് ഒരു അക്ഷരം നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് കൊടുക്കും. അവർ ആ പാട്ട് ഇവിടെ വന്ന് പാടേണ്ടതാണ്. ഓക്കെ, അപ്പൊ കുറച്ചു നേരം നമ്മൾ ഇനി പാട്ടിലോട്ട് പോകാൻ വേണ്ടി പോണത്. ഭാര്യയും ഭർത്താവും അടിപിടിക്കാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഞാൻ പാട്ട് പാടാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് രാമൂട്ടന്റെ. അയ്യോ വേണ്ടാന്ന് പറയൂല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് പാടാൻ വേണ്ടി പോകണ്ട്. പാട്ട് പാടരുത്. തമിഴ് പാട്ട് പ്രാക്ടീസ് ചെയ്ത പാട്ടാ. പ്രാക്ടീസ് ചെയ്ത അതല്ലടി ആ തമിഴ് പാട്ട് ലവ് സോങ് നീ പ്രാക്ടീസ് ചെയ്തല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാട്ട് പാടാനുള്ള താല്പര്യങ്ങളും അംഗീകാരങ്ങളും കിട്ടുള്ളൂ. നിങ്ങൾ എല്ലാവരും ഈ കുറച്ചു നേരം എന്നോട് ശ്രദ്ധിക്കുന്നതാണ്. ഇനി അപ്പു ക്യാമറമാൻ നിന്റെ അച്ഛനൊക്കെ ഒന്ന് വിളിച്ചു കൊടുത്തിട്ട് ഞാൻ കൂടി അടുത്ത ഗെയിം എന്റെ അളിയനെ ആരെങ്കിലും കുറച്ചു നേരം ഒന്ന് തല്ലി മൂലക്കിടേണ്ടതാണ്. കരോക്കെ വേണോ? രാമൂട്ടൻ പാടും. കൺമണി അൻപോട് കാതലെന്ന് പാടും. അയ്യോ ഇവിടെ റൊമാൻസ് ഗായ്. ഇതെന്താ കുതിര ഇവൻ ഇവിടെ വയ്യടാ. கொட்டது കടിച്ചു തിന്നണേ അമ്മായിക്ക്. കൂകലുകൾ ഏറ്റുവാങ്ങാൻ ജീവിതം ബാക്കി. പൊന്മണി ഒന്നോട് കാതലിന്നാനന്ദ കടിതമേ ഒന്നു എണ്ണിപ്പാക്കി പൊട്ടത് അവരോട് ശരിക്കിതായ ഓ കൺമണി കാതലിൻ കൊടിതമേ പൊന്മണി കാതലിൽ ഇത് പുതിയ ഗെയിമാണ്. ചേട്ടനെ കാണിച്ചു കൊടുക്കും. എല്ലാ പുതിയ ടെക്നിക്കാണ്. ഓരോ ചിരട്ടയുടെ മുകളിൽ ഓരോ ചിരട്ട എടുത്ത് വെക്കണം. അപ്പൊ ആ ചിരട്ട വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ടാസ്കുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലായി. ആ മനസ്സിലായി, എല്ലാം മനസ്സിലായി. മനസ്സിലായോ? എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ അപ്പോൾ ഗൈസ് ടാസ്ക് ഇത്രയേ ഉള്ളൂ. ഓരോരുത്തർ വന്നിട്ട് ചിരട്ട ഇങ്ങനെ മേലെ മേലെ ആയിട്ട് വെക്കും. ആരുടെ ചിരട്ടയാണോ നിലത്ത് വീഴുന്നത് അവരോട് ടാസ്ക് ചെയ്യും. അതാണ് കേട്ടോ ഗെയിം.
അപ്പോൾ ഗൈസ് ഗെയിംസ് ഒക്കെ കഴിഞ്ഞു, കാരണം 11:30 ആയി. അപ്പോൾ എല്ലാവരും നൈസായിട്ട് പടക്കമൊക്കെ എടുത്ത് ഓരോരുത്തർ സൈഡിൽ നിന്ന് പൊട്ടിക്കാനും കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾ കുറച്ച് പേര് ഡാൻസും കളിക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാവരും വെയിറ്റിംഗ് ആണ് 12 o'clock ആകാൻ വേണ്ടിയിട്ട്. അതുവരെ ഇനി ഡാൻസും പടക്കം പൊട്ടിക്കലുമാണ് കേട്ടോ. ചുമന്നിട്ടുണ്ട് ഞാനല്ലേ അവൻ എന്താ തീപ്പെട്ടി എടുക്ക് അപ്പൊ 2024 ഇങ്ങനെ പെരുമാറും ഈ വർഷത്തെ ഇന്ന കാര്യങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്യും. പറയും ഞാൻ എന്റെ സിനിമ റിലീസ് ചെയ്യും. ഞാൻ 2024 ഷുഗർ അവോയ്ഡ് ചെയ്യണം. വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്യും. 2024 എനിക്ക് നന്നാൻ പറ്റില്ല. നന്നാവും. ഞാൻ എല്ലാ പരിപാടികളിലും നിർത്തി ഞാൻ എന്റെ ഭാര്യയ്ക്കും കൊച്ചിനും വേണ്ടിയും സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കാനായിട്ട് മികച്ച തീരുമാനം. ഞാൻ എന്റെ ഓവർ വെയിറ്റ് കുറയ്ക്കാനാണ് തീരുമാനം. നന്നായിട്ട് നല്ല രീതിയിൽ പോകാനായിട്ട്. 2024 മികച്ച തീരുമാനം. ഫുഡ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഫുഡ് കുറയ്ക്കും. അതാണ് അച്ഛൻ ഫുഡ് കുറച്ചോ? കള്ളുകൂടി നിർത്തും. അച്ഛൻ പറയും. ഞാൻ പറയാം, കള്ളുകൂടി കുറച്ചുകൂടി ഭംഗിയായിട്ട് കൂട്ടാൻ കോണ്ടാക്റ്റുകൾ ഒഴിവാക്കും. കുറെ വള്ളി കോണ്ടാക്ട് ആദ്യത്തെ കോണ്ടാക്ട് ആദ്യത്തെ കോണ്ടാക്ട് നിന്നെ ഒഴിവാക്കുന്നു. വൃന്ദാർജുൻ 2024 മികച്ച തീരുമാനം. 2024 മികച്ച തീരുമാനം. ഇവളങ്ങ് ഡൈവേഴ്സ് ചെയ്താലോ.